ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഖരവധം. രാക്ഷസപ്രവരനായി ദിനഖരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയെ നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം. ഒരു കാമിനിയുണ്ടു കൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൽ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തീടെന്നാൽ ഇവരാകൂതം വരുത്തിയിടം നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റ ഉന്നതന്മാരാം 14 രാക്ഷസരെയും. ശൂലമുദ്ഗരമുസലാസി ചാപേഷു ഭിണ്ഡിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാധവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും. ഘോരനാം ഖരനേവൻ ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിനുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാങ്കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ, ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ. മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല, മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയൊന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൊക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരികരമാ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാൻ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രൻ മെയ്മേൽ. തൽക്ഷണം അവയെല്ലാം ഇതു ഖണ്ഡിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂക്കി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ. അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി
ദൂഷണനതു നേരമുഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂക്കിനൻ ബാണഗണമറ്റ അവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4 കാലഭീഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചുടൻ തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായാസ നിർമ്മിതമായ കെൽപ്പേറും പരിഖവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. തൽപരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം രാമൻ കൊണ്ടു രാമനെയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മുറിച്ചിടിനാൻ ത്രിശിരസ്സും 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ. അവനീ പതിവീരൻ അവയും നുറുക്കിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 പറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭ തേടിയിടും രഥം തന്നിലാമാറുകരയേറി ഞാനൊലിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനാൻ. ഒന്നിനൊന്നേതു മുറിച്ചിടിനാൻ. അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമെയ്താശൂഖരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സു കൊണ്ടു കാണായി വന്നു. രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശുഖരൻ തെറ്റെന്നു പൊടിച്ചതു രാഘവനതുമപ്പോൾ. പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരവസ്ത്രമെയ്ത ഐന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈരുതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീക്ഷ്ണമായ ശീകാസ്ത്രമെയ്തു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാരാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം. ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. വീണിതുലങ്കാനഗരോത്തരദ്വാരേ തല തൂണി പുക്കിതു വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരരവരും 14,000 മരിച്ചിതു. നാഴിക 3.75 കൊണ്ടു രാഘവൻ തന്നാൽ. ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം.
ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു. മാനസേ പുനരവരെ വരുമതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ നമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീരണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖാദികളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ. മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം. നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടേണമാനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രത സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാതിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി. രാഘവൻ 3.25 നാഴിക കൊണ്ടുകൊന്നാൻ. വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു. രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഖ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു. മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചീടിനാൾ. ഒക്കവേ പുണ്ണുമതിൻ വടുവും മായ്ച്ചീടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു. ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം. ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം. നാരീ സേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൾ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ.
എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പൊക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതുമിന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ കൽപ്പതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജാനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3.75 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കണ്ണൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തുൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3.75 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ധാതാവു മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേർക്കുന്നതിനെല്ലാ ജാതിയും നടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ. രാവണ മാരീച സംവാദം.
ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിരേറിയിടിനാൻ ദേവസഞ്ജയ വൈരി. പാരാതെ പാരാപാര പരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടുന്ന മാരീചനും. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്വാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, എനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനി തന്നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തൂരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടെങ്ങു പോന്നിടുവനതിന്നു നീ. ഹേമവർണം പൂണ്ടൊരുമാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവാൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന മണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദിക മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ.
പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊൾക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ, താൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ, പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരെടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലൊട്ടും, ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ, പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവാൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടെ വാൾക്കൂടാക്കിയിടുന്നതുണ്ടിന്നു നിന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിർയാണം വന്നാൽ, ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കേണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ, സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൾക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തേരിലാം മാറുകയേറിനാൻ, ചെന്താർ ബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും, നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിൽ ഉൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ, കാന്തേ കാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ, മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ, ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നീരണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും, കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ.